പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നുകൂടെ ഓർക്കാം. ഡിഗ്രി പറഞ്ഞു, ലോഡിങ്ങിന്റെ ഡിഗ്രിയെക്കാളും ഒന്ന് കൂടുതലായിരിക്കും SFD, അതിൽ നിന്നൊന്ന് കൂടുതലായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എല്ലാ ടെക്നിക്കൽ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് SFD BMD. അത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് സാധാരണ നമ്മുടെ തിയറി എക്സാമിന് അതിൻ്റെ ഷേപ്പ് വരച്ച് ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ഒരു ഉപയോഗമുള്ളത് അതിൻ്റെ ഷേപ്പ് ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തൊക്കെ എഴുതാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ SFD BMDയുടെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് അതിലേക്കൊന്ന് പോവാം. അപ്പം ആദ്യമായിട്ട് ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ലോഡിംഗ് കണ്ടീഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡാണ്. രണ്ടാമത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണ്. മൂന്നാമത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. നമുക്കറിയാം ലോഡിംഗ് കണ്ടീഷൻ 3 എണ്ണമാണ് ഉള്ളത്. കോൺസെൻട്രേറ്റഡ് ലോഡ്, ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ലോഡ്. രണ്ടാമത്തെ UDL, യൂണിഫോംലി ഒരു ബീമിൽ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്ന ലോഡ്. മൂന്നാമത്തത് യൂണിഫോംലി വേരിയിങ് ലോഡ്, ഒരിടത്ത് 0 ഇൻറ്റൻസിറ്റിയും മറുവശത്ത് മാക്സിമം ഇൻറ്റൻസിറ്റിയും ഇതുപോലെ വരുന്നു. ഇങ്ങനെ 3 ടൈപ്പ് ലോഡിംഗ് ആണുള്ളത്. ഈ 3 ടൈപ്പ് ലോഡിങ്ങും വരുമ്പോഴുള്ള SFD BMD ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്ത ആ പോയിന്റ് കണ്ടോ, ആ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാണ് വന്നത്. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിലുള്ള ലൈൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കർവേച്ചർ 0 ഡിഗ്രിയാണ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാമത്തിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, y = mx + c ആണ്, അതായത് x⁻1 ആണ്. സോ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. നമ്മൾ എന്ത് പറഞ്ഞു, കോൺസെൻട്രേറ്റഡ് ലോഡാണ് ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ SFD എന്ന് പറയുന്നത് 0 ഡിഗ്രി, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈന്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അഥവാ 1 ഡിഗ്രി ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ UDL ആണ് വരുന്നതെന്ന് വിചാരിക്കാം. UDL ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലോഡ് നോക്കിക്കോളൂ. ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലി പോകുന്ന ലോഡാണ് അല്ലേ, അതായത് ആ ലോഡിൻ്റെ ഡിഗ്രി 0 ഡിഗ്രി, വിച്ച് മീൻസ് ആ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. അവിടെ നമ്മുടെ SFDയിലേക്ക് പോകുമ്പോഴത്തേക്ക് SFD എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആണ്, അതല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻഡ് അതിൻ്റെ BMDയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ പാരാബോളിക് കർവ് അല്ലേ, പാരാബോളിക് കർവ് ആണ്. സോ അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2nd ഡിഗ്രിയാണ്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ലോഡിങ്ങിൽ നിന്ന് ഓരോ ഡിഗ്രി കൂടിയാണ് വരുന്നത് അല്ലേ. ലോഡിങ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, SFD അപ്പോൾ 0 ഡിഗ്രി ആയി, BMD 1 ഡിഗ്രി ആയി. ഇനി ലോഡിങ് 1 ഡിഗ്രി ആയപ്പോൾ ലോഡിങ് 0 ഡിഗ്രി ആയി, ഹൊറിസോണ്ടൽ ലൈൻ വന്നപ്പോഴത്തേക്ക് SFD എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ആയി, BMD എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ആയി. ഇനി നമുക്ക് UVL നോക്കാം. UVL എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ലൈൻ ആണ്, അതായത് ഓൾറെഡി അവിടെ നമുക്ക് എന്താണ് ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ലോഡിംഗ് തന്നെ 1 ഡിഗ്രി ആണ്. ആൻഡ് നമ്മുടെ SFD എടുക്കുവാണെങ്കിൽ ഇതിവിടെ പാരാബോളിക് ഷേപ്പ് ആട്ടോ വരുന്നത്, അതുകൊണ്ട് നമ്മുടെ SFD 2 ഡിഗ്രി വരും. ആൻഡ് BMD എന്ന് പറഞ്ഞാൽ ക്യൂബിക് പാരാബോളയാണ്, വിച്ച് വിൽ ബി ഹാവിങ് എ ഡിഗ്രി ഓഫ് 3rd ഡിഗ്രി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മുടെ ലോഡിങ്ങിൽ നിന്ന് 1 ഡിഗ്രി കൂടി SFD വരും, 1 ഡിഗ്രി കൂടി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായിട്ടുണ്ടല്ലോ? മാത്രമല്ല UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ BMD എന്ന് പറയുന്നത് പാരാബോളിക്കും SFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനുമാണ്. ഓക്കെ, ഇനി UVL വന്നു കഴിഞ്ഞാൽ SFD പാരാബോളിക്കും അതുപോലെ തന്നെ BMD എന്ന് പറഞ്ഞാൽ ക്യൂബിക് പാരാബോള ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി വേറെ 2 പോയിന്റ്സ് കൂടെ നമുക്ക് ഇവിടുന്ന് ഓർത്ത് വെക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ്, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇത് ഇത്രയൊന്നും ഓർത്ത് വെച്ചാൽ മതി, അതായത് 1 ഡിഗ്രി വെച്ചിട്ട് നമ്മുടെ SFD BMD ലോഡിങ് കൂടി വരും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ബീമിൽ എവിടെയെങ്കിലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഡയഗ്രമാണ് SFD അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നമുക്ക് സഡൻ ഒരു റൈസ് കാണാൻ പറ്റും ഇതുപോലെ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ബീമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ SFDയിൽ ഒരു സഡൻ റൈസ് നമുക്ക് കാണാനായിട്ട്, കുത്തനെയുള്ള ഒരു റൈസ് കാണാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ഡിഗ്രി പറഞ്ഞു ഓരോ കർവിൻ്റെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ സഡൻ റൈസ് ഇൻ ദ SFD. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആണ് നമ്മുടെ ബീമിൽ ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ,
കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പിൽ ഒരു സഡൻ റൈസ് കാണാം. അപ്പം നിങ്ങൾ പിക്കപ്പ് ഫ്രം ദ ഫോളോയിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, അവിടെ ഇതുപോലൊരു കുത്തരം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ കാണും. അപ്പം നമ്മൾ മൊമെന്റ് വെച്ച് വരയ്ക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയതുകൊണ്ട് ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പെട്ടെന്ന് ഒരു സഡൻ റൈസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരണം. ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന SFD ആണ്. സോ SFDയിൽ ഒരു സഡൻ റൈസ് ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റും ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നാൽ സഡൻ റൈസിന്റെ കാര്യം പറഞ്ഞു, റൈസ് ഇൻ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ആൻഡ് മൊമെന്റ് വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അല്ലെങ്കിൽ കപ്പിളാണ് അവിടെ ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഒരു സഡൻ റൈസ് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ലോഡിങ്ങിന്റെ കേസാണ്. ലോഡിങ് വരുമ്പോൾ ലോഡിങ്ങിന്റെ ബേസിക് ഷേപ്സ് അറിഞ്ഞിരിക്കണം. UDL വരുമ്പോൾ എങ്ങനെയായിരിക്കും SFD, VMD, UVL വരുമ്പോൾ എങ്ങനെയാണ് SFD, VMD. ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SFD, VMDയുടെ ക്വസ്റ്റ്യൻസ് ഓപ്ഷനിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു പോയിന്റ് കൂടെ പറയാം അഡീഷണലി. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ പോയിന്റും കൂടി പറയാം. അതായത് ഇപ്പം നമുക്ക് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ നോക്കിക്കോളൂ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് വെയർ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. വേറെ എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ വരച്ച ഒരു കേസ് തന്നെ എടുക്കാം, ഇവിടെയുള്ള ഒരു കേസ് തന്നെ എടുക്കാം. ഇവിടെ നോക്കിക്കോളും, ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ആദ്യത്തെ കേസ് പോകാം. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം പെട്ടെന്ന് സൈൻ ചേഞ്ച് ചെയ്തു. നോക്കിക്കോളൂ, ഇവിടെ സൈൻ ചേഞ്ച് ചെയ്തില്ലേ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടായി മാറി. അപ്പം നോക്കിക്കോളൂ, ആ ഒരു പോയിന്റ് എത്തുമ്പം ആ 0 പോയിന്റിലൂടെ കടന്നുപോയാണ് ഇത് പോസിറ്റീവിലേക്ക് കയറിയത്. അതായത് ഷിയർ ഫോഴ്സ് 0 ആയ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് എന്ത് വന്നു? ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. അടുത്ത പോയിന്റ് ഓർത്ത് വെക്കുക, ഷിയർ ഫോഴ്സ് 0 ആയിട്ട് വരുന്ന സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നുകൂടെ ഓർക്കാം. ഡിഗ്രി പറഞ്ഞു, ലോഡിങ്ങിന്റെ ഡിഗ്രിയെക്കാളും 1 കൂടുതലായിരിക്കും SFD, അതിൽ നിന്ന് 1 കൂടുതലായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ SFDയിൽ സഡൻ റൈസ്. മൂന്നാമത്തത് കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ സഡൻ റൈസ്. ഇനി നാലാമത്തെ പോയിന്റ് ആണ് ഈ പറഞ്ഞത് എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും. ഇവിടെ നോക്കി, ഈ പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്, അവിടെയാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം നമുക്ക് വരാം. ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചറിലേക്ക് വരാം. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇതുപോലെ, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഇതുപോലെ പെട്ടെന്ന് സൈൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോകുന്ന പോയിന്റ് ആണ്. അതായത് ബെൻഡിങ് മൊമെന്റ് സഡൻ ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ ഓപ്ഷനകത്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനൂടെ കാണാറുണ്ട്. ഈ പോയിന്റിനെ തന്നെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നും വിളിക്കാം. എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 0 മൊമെന്റ് കിട്ടുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഈ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ഇലാസ്റ്റിക് കേർവിൻ്റെ പിക്ചർ വരയ്ക്കുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ ഇലാസ്റ്റിക് കേർവിൻ്റെ കേർവേച്ചറിനും ചെറിയൊരു ചേഞ്ച് കാണാൻ സാധിക്കും. ആ കേർവേച്ചറിൻ്റെ ചേഞ്ചും കൂടെ കണക്കിലെടുത്താണ് ഈ പോയിന്റിന് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നും കൂടെ ഒരു പേരുള്ളത്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ് അവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് അയാളെ വിളിക്കാം, ബിക്കോസ് നമ്മുടെ ഇലാസ്റ്റിക് കേർവിനും അവിടെ ഒരു കേർവേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ ഈ രണ്ട് പേരും ആരെ തന്നെ വിളിക്കുന്നുണ്ട്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് ജനറലി പറഞ്ഞാലും അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, ഇലാസ്റ്റിക് കേർവിന്റെ കേർവേച്ചർ മാറുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇതാണ് 5 പോയിന്റ്സ്. ആദ്യത്തെ പോയിന്റ് ഡിഗ്രി പറഞ്ഞു. രണ്ടാമത്തെ സഡൻ ലോഡ് വന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ SFDയിൽ സഡൻ റൈസ്, മൊമെന്റ് വന്നു കഴിഞ്ഞാൽ BMDയിൽ സഡൻ റൈസ് വരുന്നു. നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും കറസ്പോണ്ടിംഗ്ലി ബെൻഡിങ് മൊമെന്റ് മാക്സിമം കിട്ടുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ അഥവാ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഈ 5 പോയിന്റ്സ് അറിയാമെങ്കിൽ SFD BMD ഏത് ലെവലിലെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് 90% ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോർട്ട് കട്ട് ടിപ്സ് വഴിയാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ തന്നെ പോകുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും AE കോഴ്സസ് എടുത്താലും എല്ലാം നമ്മൾ ഇതുപോലെ ടിപ്സ് വഴി പെട്ടെന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമെന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ പോകുന്നത്. സോ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.